നമസ്കാരം, ചെസ് ബാറ്റിൽസ് മലയാളത്തിലേക്ക് സ്വാഗതം. ഒളിമ്പ്യാഡിന്റെ 10 റൗണ്ടുകൾ അവസാനിച്ചിരിക്കുകയാണ്. ഇന്ത്യക്ക് ടൂർണമെന്റിലെ ഏറ്റവും ടഫ് റൗണ്ടുകളായിരുന്നു 9ഉം 10ഉം. 9ാം റൗണ്ടിൽ ഉസ്ബെക്കിസ്ഥാനും 10ാം റൗണ്ടിൽ അമേരിക്കയായിരുന്നു എതിരാളികൾ. 9ാം റൗണ്ട് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ 1ാം സ്ഥാനത്തുണ്ടായിരുന്ന ഇന്ത്യക്ക് 16 പോയിന്റും 2ാം സ്ഥാനത്തുണ്ടായിരുന്ന ഉസ്ബെക്കിസ്ഥാന് 14 പോയിന്റുമായിരുന്നു. ഉസ്ബെക്കിസ്ഥാൻ ഇന്ത്യയെ തോൽപ്പിക്കുകയാണെങ്കിൽ അവർക്കും 16 പോയിന്റ് ആകും. എന്നാൽ സമനിലയായാൽ രണ്ടുപേർക്കും ഓരോ പോയിന്റ് വീതമാണ് കിട്ടുന്നത്. അതുകൂടെ ടാർഗറ്റ് ചെയ്തുകൊണ്ടാവും ഇന്ത്യൻ ടീം കളിച്ചത്. വളരെ ശക്തമായ പോരാട്ടങ്ങൾക്ക് ശേഷം 4 ഗെയിമുകളും സമനിലയിൽ അവസാനിക്കുകയായിരുന്നു. 10ാം റൗണ്ടിലേക്ക് എത്തിയപ്പോഴും ഏകദേശം അതേ അവസ്ഥ തന്നെയായിരുന്നു. ഇന്ത്യക്ക് 17 പോയിന്റും എതിരാളിയായ അമേരിക്കയ്ക്ക് 15 പോയിന്റുമാണ് ഉണ്ടായിരുന്നത്. ഇവിടെയും അമേരിക്ക ഇന്ത്യയെ തോൽപ്പിക്കുകയാണെങ്കിൽ അവർക്കും 17 പോയിന്റോടെ ഇന്ത്യയുടെ അതേ പോയിന്റിന് എത്താൻ കഴിയും. ലെവോൺ ആരോണിയാനും വിദ്യുത് ഗുജറാത്തും തമ്മിലുണ്ടായിരുന്ന ഗെയിം സമനിലയായെങ്കിലും പ്രഗ്നാനതയെ തോൽപ്പിച്ചുകൊണ്ട് വെസ്ലിസോ എല്ലാവരെയും ഞെട്ടിച്ചിരുന്നു. എന്നാൽ അർജുൻ ഡൊമൻഗസിനെയും ഗുഗേഷ് ഫാബിയനെയും തോൽപ്പിച്ചതോടെ 10ാം റൗണ്ടിലും വിജയിച്ച് നമ്മൾ 1ാം സ്ഥാനം നിലനിർത്തിയിരിക്കുകയാണ്. ടൂർണമെന്റിലെ അവസാന റൗണ്ടായ 11ാം റൗണ്ടിലേക്ക് പോകുമ്പോൾ ഇന്ത്യക്ക് 19 പോയിന്റും ചൈനയ്ക്ക് 17 പോയിന്റുമാണുള്ളത്. അതുകൊണ്ട് തന്നെ നമ്മൾ ഏകദേശം കിരീടം ഉറപ്പിച്ചിരിക്കുകയാണ്. 11ാം റൗണ്ടിൽ ഇന്ത്യക്ക് സ്ലൊവേനിയയാണ് നേരിടേണ്ടിയിരിക്കുന്നത്. അവരോട് സമനില പിടിച്ചാൽ തന്നെ നമുക്ക് ടൂർണമെന്റ് വിജയികളാവാം. എന്നാൽ 2ാം സ്ഥാനത്തുള്ള ചൈനയ്ക്ക് ഇപ്പോൾ 17 പോയിന്റ് ഉണ്ടെങ്കിലും അവർക്ക് നേരിടാനുള്ളത് അമേരിക്കയാണ്. ചൈന അമേരിക്കയോട് സമനില ആയാൽ പോലും അത് നമ്മളെ ബാധിക്കുന്ന കാര്യമല്ല. 11ാം റൗണ്ടിൽ നമുക്ക് വിജയിക്കാതിരിക്കാൻ കഴിയുകയും ചൈന വിജയിക്കുകയും ചെയ്താൽ മാത്രമേ നമ്മുടെ സെയിം പോയിന്റ് ആകുള്ളൂ. എന്നാലും ടൈ ബ്രേക്കിൽ നിലവിൽ നമുക്കാണ് പോയിന്റ് കൂടുതൽ. എന്നാൽ ചൈന അമേരിക്കയെ തോൽപ്പിക്കുകയാണെങ്കിൽ അവരുടെ ടൈ ബ്രേക്ക് പോയിന്റ് ഇതിനേക്കാൾ കൂടുതൽ ആവാൻ സാധ്യതയുണ്ട്. ആ ഒരു കാര്യത്തിൽ മാത്രമേ ഇപ്പോൾ ചെറിയൊരു സംശയമുള്ളൂ. എന്തായാലും സ്ലൊവേനിയയോട് ഒരു സമനില കിട്ടിയാൽ തന്നെ നമുക്ക് പിന്നെ മറ്റു പോയിന്റുകളോ ചൈന വിജയിക്കുന്നതോ യാതൊരു പ്രശ്നമല്ല. 20 പോയിന്റോടെ നമ്മൾ തന്നെ ചാമ്പ്യന്മാരാവും. ആവേശകരമായിട്ടുള്ള 11ാം റൗണ്ടിനായിട്ട് വെയിറ്റ് ചെയ്യാണ്. എന്തായാലും 11ാം റൗണ്ടും വിജയിച്ചുകൊണ്ട് തന്നെ നമ്മൾ ചാമ്പ്യന്മാരാവും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. 10ാം റൗണ്ടിൽ നടന്ന വളരെ മികച്ചൊരു ഗെയിം ഉച്ചയ്ക്ക് 2 മണിക്ക് പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും. എല്ലാവരും കാണാൻ ശ്രമിക്കുക. ആ വീഡിയോ വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.